ഇക്കുറി അട്ടിമറികൾ സംഭവിച്ചേക്കാവുന്ന ഒരു ജില്ലയാണ് എറണാകുളം. വികസനം വോട്ടായി മാറുമെന്നും ജില്ലയിൽ വൻ വിജയം നേടാനാകും എന്നുമാണ് ഇടതുപക്ഷ മുന്നണിയുടെ പ്രതീക്ഷ. ജില്ലയുടെ പരമ്പരാഗത വലതാഭിമുഖ്യം തുണയ്ക്കുമെന്ന UDF കരുതുന്നു. എന്നാൽ UDFിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന അടിയൊഴുക്കുകളും ഫലത്തെ സ്വാധീനിച്ചേക്കാം. 14 മണ്ഡലങ്ങളുള്ള എറണാകുളം ജില്ലയിൽ 9 UDF, 5 LDF എന്നതാണ് നിലവിലെ കക്ഷിനില. മലപ്പുറം കഴിഞ്ഞാൽ UDFിന് മേൽക്കൈ അവകാശപ്പെടാൻ കഴിയുന്ന ഏക ജില്ല. ഇങ്ങനെയാണ് പ്രചരണമെങ്കിലും ചരിത്രം UDFിന് അത്ര പ്രതീക്ഷ നൽകുന്നില്ല. 2006-ൽ 10 LDFിനായിരുന്നു വിജയം. തൃക്കാക്കര ഒഴികെ എല്ലാ മണ്ഡലങ്ങളിലും പലതവണ ഇടതുമുന്നണി വിജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF മേൽക്കൈ നേടിയെങ്കിലും വോട്ട് വിഹിതത്തിൽ ഇടതുമുന്നണി വൻ മുന്നേറ്റമുണ്ടാക്കി. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ 8.5% വർധനവ്. ജില്ലയെ സ്വാധീനിച്ചേക്കാവുന്ന മറ്റൊരു ഘടകം രാഷ്ട്രീയ പരിഗണനയില്ലാതെ ജില്ലയിൽ നടപ്പാക്കിയ വികസന പദ്ധതികളാണ്. ചെല്ലാനം കടൽഭിത്തി, കൊച്ചി ക്യാൻസർ സെൻറ്റർ, കൊച്ചി മെട്രോ 2ാം ഘട്ടം, വാട്ടർ മെട്രോ, കളമശ്ശേരി മെഡിക്കൽ കോളേജ് വിപുലീകരണം, 25 വർഷമായി മുടങ്ങിക്കിടന്ന സീപോർട്ട് എയർപോർട്ട് റോഡ് നിർമ്മാണം, എണ്ണമറ്റ റോഡുകൾ, പാലങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ, ആ പട്ടിക അങ്ങനെ നീളും. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിച്ചത്, മാലിന്യത്തിൽ നിന്ന് മഹാനഗരത്തെ രക്ഷിച്ചത്, അങ്ങനെ ഒരുപാടുണ്ട് ഇടതുമുന്നണിക്കും സർക്കാരിനും അവകാശപ്പെടാൻ. വികസനം വോട്ടായി മാറുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി S. സതീഷ് പറഞ്ഞു. 14 മണ്ഡലങ്ങളും ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ എന്ന നില കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തനം സംഘടിപ്പിക്കുന്നത്. വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ കേരളത്തിലെ, ഇന്ത്യയിലെ രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നമ്മുടെ നാട്ടിലെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ മൈനോറിറ്റിയുടെ പ്രൊട്ടക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. വെള്ളം ചേർക്കാതെ മുസ്ലിം, ക്രിസ്ത്യൻ ഉൾപ്പെടെയുള്ള മൈനോറിറ്റി വിഭാഗത്തെ സംരക്ഷിക്കാൻ ആവശ്യമായ രാഷ്ട്രീയ പോരാട്ടം ഏറ്റെടുത്തിട്ടുള്ള മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. എന്നാൽ ജില്ലയുടെ രാഷ്ട്രീയ ചായ്വിലാണ് UDF പ്രതീക്ഷ. കഴിഞ്ഞ തവണ നേടിയ 9-നേക്കാൾ മികച്ച വിജയം. ഇതാണ് UDF ക്യാമ്പിന്റെ അവകാശവാദം. കഴിഞ്ഞ തവണ ഞങ്ങൾ വിജയിച്ച 9 സീറ്റുകൾ, ആ മുഴുവൻ സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട 5 സീറ്റുകളുണ്ട്. ആ 5 സീറ്റുകളും തിരികെ പിടിച്ച് ജില്ലയിൽ 14 സീറ്റും വിജയിക്കുക എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം UDFിലുണ്ടായ തർക്കങ്ങൾ തുടക്കത്തിലെ കല്ലുകടിയായി. സീറ്റ് മോഹിച്ച് നിരാശരായവർ സൃഷ്ടിച്ചേക്കാവുന്ന അടിയൊഴുക്കുകൾ പല UDF അനുകൂല മണ്ഡലങ്ങളിലെയും ഫലത്തെ ബാധിച്ചേക്കാം. കൊച്ചിയുടെ വികസന പന്ഥാവിൽ പുതുചരിത്രം രചിച്ച കാലമാണ് പിണറായി ഭരണകാലം. വികസനം വോട്ടായി മാറിയാൽ എറണാകുളം ജില്ലയിൽ ഇക്കുറി അട്ടിമറികൾ പലതും നടക്കും. സാലി മുഹമ്മദ്, കൈരളി ന്യൂസ്, കൊച്ചി.